പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കെഴുത്താണ് PM ശ്രീ. രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളുടെ വികസനവും പഠന നിലവാരമുയർത്തലും ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 27,360 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിൽ നിന്ന് പരമാവധി 336 സ്കൂളുകൾക്ക് പദ്ധതിയുടെ ഭാഗമാകാം. പദ്ധതിയിൽ പങ്കുചേർന്നാൽ പ്രതിവർഷം 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ സ്കൂളിന് ലഭിക്കുമെന്നതാണ് വലിയ നേട്ടം. എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. കേന്ദ്രവുമായി ഒപ്പിടുന്ന ധാരണാപത്രത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സ്കൂളുകൾ തയ്യാറാവണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നതാണ് മാനദണ്ഡത്തിലെ പ്രധാന അളവുകോൽ. തീർന്നില്ല, സ്കൂളിന് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വെക്കണമെന്നതടക്കം ആവശ്യങ്ങൾ പിന്നെയുമുണ്ട്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ അവകാശമുള്ള ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലെത്തിക്കുക, അതുവഴി രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുക എന്നതാണ് PM ശ്രീ പദ്ധതിക്കെതിരെ CPIM അടക്കമുള്ള പ്രധാന പാർട്ടികൾ ഉയർത്തുന്ന രാഷ്ട്രീയ വിമർശനം. ഇതേ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ 3 വർഷമായി പദ്ധതിയിൽ നിന്ന് വിട്ടുനിന്ന കേരള സർക്കാർ ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുവെന്നതാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ ഇതിവൃത്തം. സമഗ്ര ശിക്ഷയിൽ കിട്ടേണ്ടതടക്കം കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് എന്തിന് നഷ്ടപ്പെടുത്തുന്നുവെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിലപാട് മാറ്റത്തിന് നിരത്തുന്ന ന്യായീകരണം. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. എന്തിനാ 1466 കോടി രൂപ നമ്മൾ കളയേണ്ട കാര്യം എന്താണ്? കുടിശ്ശികയടക്കം. എന്നാൽ ഭരണമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI കേന്ദ്രത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ചയ്ക്ക് ഇടതുപക്ഷം തയ്യാറാവേണ്ടതില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ആവർത്തിച്ചെടുക്കുന്ന നിലപാട്. CPIയുടെ നിലപാടിൽ മാറ്റമില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ കാതൽ NEP ആണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ്. അതിനടിസ്ഥാനം RSSന്റെയും BJPയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. PM ശ്രീയിൽ LDFൽ തർക്കം പുകയുമ്പോൾ ഇപ്പുറത്ത് സർക്കാരിനെ പരിഹസിക്കുകയാണ് BJP. പിണറായി സർക്കാരിന്റേത് വൈകി വന്ന വിവേകമെന്നാണ് BJPയുടെ പക്ഷം. എന്നാൽ മന്ത്രിസഭയിലും LDFലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് CPIM BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. 3 മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടു പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോ പറയുന്നത് PM ശ്രീ സ്കൂൾ വേണം. അപ്പൊ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് LDFൽ പോലും ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നു. PM ശ്രീ ആർക്കാകും ബാധ്യത?